ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കരിയർ വെയിൻ അക്കാദമിയിലേക്ക് സ്വാഗതം. DLED സെമസ്റ്റർ 3 പേപ്പർ 306 പരിസര പഠനം, പഠനവും ബോധനവും എന്നതിലെ ഒന്നാമത്തെ യൂണിറ്റായ പരിസര പഠന പാഠപുസ്തക വിശകലനമാണ് ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. പരിസര പഠനം എന്നാൽ എന്താണെന്ന് നോക്കാം. പരിസരത്തെക്കുറിച്ച്, പരിസരത്തിലൂടെ, പരിസരത്തിന് വേണ്ടിയിട്ടുള്ള പഠനമാണ് പരിസര പഠനം. EVS is the study of environment, through the environment, for the environment. പാഠപുസ്തകത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാമെന്ന് ലിസ്റ്റ് ചെയ്യാം. പരിസരബന്ധിതമായിരിക്കണം, ശിശു സൗഹൃദപരമായിരിക്കണം, പ്രവർത്തനത്തിൽ അധിഷ്ഠിതമായിരിക്കണം, തുറന്ന ചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കണം, ഉദ്ഗ്രഥിത സമീപനത്തിൽ അധിഷ്ഠിതമായിരിക്കണം, ചാക്രിക ആരോഹണ രീതി അവലംബിക്കുന്നതാവണം, സ്വയം പഠനത്തിന് ഉതകുന്നതാവണം, തുടർ പഠനത്തിന് സഹായകവുമായിരിക്കണം. ഇനി നമുക്ക് സവിശേഷതകളെ ഒന്ന് വിശദീകരിക്കാം. പരിസരബന്ധിതം കുട്ടിയുടെ തൊട്ടടുത്തുള്ള ചുറ്റുപാടുകളെയും നിത്യജീവിതത്തിലെ അനുഭവങ്ങളെയും അടിസ്ഥാനമാക്കി ഉള്ളടക്കം ക്രോഡീകരിച്ചിരിക്കുന്നു. ശിശു സൗഹൃദപരം കുട്ടികളുടെ പ്രായത്തിനനുയോജ്യമായ ഭാഷയും മനോഹരമായ ചിത്രീകരണങ്ങളും ജിജ്ഞാസയുണർത്തുന്ന പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്നു. പ്രവർത്തനാധിഷ്ഠിതം പഠനം കേവലം വിവരങ്ങൾ വായിച്ചു പഠിക്കലല്ല, മറിച്ച് പലതരം ലളിതമായ പരീക്ഷണങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയുമാണ് സ്വായത്തമാക്കേണ്ടത്. തുറന്ന ചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്നു. കുട്ടികളിൽ ഒരു പ്രത്യേക ചിന്താരീതി അടിച്ചേൽപ്പിക്കാതെ സ്വതന്ത്രമായ ചിന്തയ്ക്കും ചോദ്യം ചെയ്യലിനും അവസരമൊരുക്കുന്നു. ഉദ്ഗ്രഥിത സമീപനം അടിസ്ഥാന ശാസ്ത്ര പഠനവും സാമൂഹ്യ പഠനവും കുട്ടിയുടെ മാനസിക വികാസത്തിന് അനുയോജ്യമായ രീതിയിൽ സംയോജിപ്പിച്ചിരിക്കുന്നു. ചാക്രികാരോഹണ രീതി ഒരു നിശ്ചിത വിഷയം ഓരോ ക്ലാസ് ഉയരുമ്പോഴും ലളിതത്തിൽ നിന്നും ആഴത്തിലുള്ള അറിവുകളിലേക്ക് വീണ്ടും കടന്നു വരുന്നു. സ്വയം പഠനത്തിനും തുടർ പഠനത്തിനും സഹായകം. സ്വയം വിലയിരുത്തലുകൾക്കും ക്ലാസ് മുറികൾക്ക് പുറത്തുള്ള അന്വേഷണങ്ങൾക്കും കുട്ടിയെ പ്രേരിപ്പിക്കുന്നു. ഇനി പരിസര പഠന ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. കൗതുകവും നിരീക്ഷണവും വളർത്തൽ കുട്ടികളിൽ ജന്മസിദ്ധമായുള്ള കൗതുകവും പ്രകൃതിയോടുള്ള ജിജ്ഞാസയും ശാസ്ത്രീയമായ നിരീക്ഷണ പാടവവും പരിപോഷിപ്പിക്കുക. ചുറ്റുപാടുകളെ കണ്ണു തുറന്ന് കാണാനും വിലയിരുത്താനും പരിശീലിപ്പിക്കുക. ശാസ്ത്ര പ്രക്രിയ രീതികൾ സ്വായത്തമാക്കൽ നിരീക്ഷണം, പരീക്ഷണം, വസ്തുക്കളുടെ വിവരശേഖരണം, ശാസ്ത്രീയമായ വിശകലനം, യുക്തിസഹമായ നിഗമനങ്ങളിൽ എത്തിച്ചേരൽ, ആശയവിനിമയം തുടങ്ങിയ കാര്യങ്ങൾ കുട്ടികളിൽ സ്വാഭാവിക ശീലങ്ങളാക്കി മാറ്റുക. അന്ധവിശ്വാസ നിർമ്മാർജ്ജനം പ്രകൃതി പ്രതിഭാസങ്ങൾ യുക്തിസഹമായി വിശകലനം ചെയ്ത് സമൂഹത്തിൽ നിലനിൽക്കുന്ന അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഇല്ലാതാക്കുക. പരസ്പരാശ്രയത്വം തിരിച്ചറിയുക ജീവജാലങ്ങൾ തമ്മിലും അവയ്ക്ക് പ്രകൃതിയോടുള്ള പരസ്പര ബന്ധം മനസ്സിലാക്കി പ്രകൃതിയുടെ സുസ്ഥിര വികസനത്തിനായി നിലകൊള്ളുക. വ്യക്തി സാമൂഹിക ശുചിത്വ ശീലങ്ങൾ മികച്ച ശാരീരിക, മാനസിക, സാമൂഹിക ആരോഗ്യം കൈവരിക്കാനായി ദൈനംദിന ജീവിതത്തിൽ ശുചിത്വ നിയമങ്ങൾ ശീലമാക്കുക. പരിസ്ഥിതി പ്രചാരകനായി മാറുക. പ്രകൃതി സംരക്ഷണം സ്വയം കടമയായി കണ്ട് പ്രകൃതി സ്നേഹം പ്രചരിപ്പിക്കുന്ന സജീവ പ്രവർത്തകനായി സ്വയം മാറുക. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തുടർ പ്രവർത്തനങ്ങളുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം. താങ്ക് യു.